ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു മീം ടോക്കണെ കുറിച്ച് പറയാനാണ്. നമ്മൾ യൂഷ്വലി മീം ടോക്കണെ കുറിച്ച് വീഡിയോ ചെയ്യാറില്ല, പക്ഷെ ഇപ്പോൾ അവരുടെ കാലമല്ലേ, അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരുപാട് മീം ടോക്കൺസ് ഉണ്ട്. നമുക്കറിയാം BTC ഏകദേശം 100K ഇപ്പൊ ടച്ച് ചെയ്യും വിചാരിച്ചിട്ട് തൊട്ടില്ല എന്നുള്ള ലെവലിൽ വന്നിട്ട് തിരിച്ച് താഴത്തേക്ക് വന്നു. ഇപ്പൊ ഒരു കറക്ഷൻ ടൈമാണ്. ലൈക്ക് ഡോണ്ട് ബി സാഡ്, ഫൈൻഡ് ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. സോ അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആൾട്ട് കോയിൻസ് ചിലതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പല കോയിൻസ് നല്ല രീതിയിൽ റാലി തന്നിരുന്നു. കാർഡാനോ ഒക്കെ നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളതാണ്. അത് $1 ഒക്കെ ടച്ച് ചെയ്തിരുന്നു, വിച്ച് ഈസ് ലൈക്ക് എ ഗുഡ്. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഞാൻ കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് കാർഡാനോ. വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ട് ഫസ്റ്റ് ഹോൾഡ് ചെയ്ത കാർഡാനോ ആണെന്നൊക്കെ. അപ്പം അത് കുറച്ച് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഐ ആം ഓൾവേസ് ഹാപ്പി ദാറ്റ് അത് എത്ര പോയാലും അത്രത്തോളം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ ഇത് ബിറ്റ് കോയിൻ ആവുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരു ടോക്കൺ നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ട് ഏതൊരു ആൾട്ട് കോയിൻ ആണെങ്കിലും പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് സെല് ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് നിങ്ങൾ ഇത് അടുത്ത ബിറ്റ് കോയിൻ ആവും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും പോകും. അപ്പം നമുക്ക് വേണ്ട പ്രോഫിറ്റ് എടുക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എടുക്കുക, ബാക്കി അവിടെ വയ്ക്കുക. നമ്മൾ മറക്കരുത്. നമ്മൾ വിഷയം മാറി പോകുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മീം ടോക്കണെ കുറിച്ചാണ്. ഇത് വെറും ഒരു മീം ടോക്കൺ അല്ല, എലോൺ മസ്കിന്റെ ടച്ച് ഉള്ള ഒരു വീഡിയോ കോയിൻ, മീം കോയിൻ. എലോൺ മസ്കിന്റെ ടച്ച് പറഞ്ഞാൽ പുള്ളി ഇതിനകത്തും ഒരു ബന്ധമില്ല, പക്ഷെ പുള്ളിയാണ് ഈ ഒരു ടോക്കൺ ഉത്ഭവത്തിന് കാരണമെന്ന് വേണം നമുക്ക് പറയാം. മാത്രമല്ല, ഈ ഒരു ടോക്കൺ ഓൾറെഡി ഒരു ബിയർ മാർക്കറ്റ് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഷിബായിനും ഡോജൊക്കെ ഭരിക്കുന്ന സമയത്തും ഈ നാട്ടിലെ ഈ ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു വീരനാണ്. ടോക്കന്റെ പേര് ഫ്ലോക്കിനും. അപ്പൊ എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിബായിനും ഒക്കെ ട്രെൻഡിങ് ആയപ്പോൾ സമയത്ത് ഒരുപാട് പേര് ഷിബായിനും ഒക്കെ ട്രെൻഡിങ് ആയപ്പോഴായിരിക്കും ഈ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവുക. സോ ഷിബായിനു ട്രെൻഡിങ് ആയ സമയത്ത് നമ്മുടെ എലോൺ മസ്ക് ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു, മൈ ഷിബായിനു വിൽ ബി നെയിംഡ് ഫ്ലോക്കി. ആ ഒരു പേര് മതിയല്ലോ. അപ്പം ഫ്ലോക്കിനു ABCD എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്ന് ഈ ഒരു ടോക്കൺ കുറെ വന്നിട്ടുണ്ടാവും. ആസ് യൂഷ്വൽ ഒരു ട്രെൻഡ് വന്നാൽ അതിന്റെ പല ടൈപ്പിൽ ഫ്ലോക്കി, ഒറിജിനൽ ഫ്ലാക്ക്, അങ്ങനെ പല ടൈപ്പ് വന്നിട്ടുണ്ടാവും. നമുക്കറിയാലോ ക്രിപ്റ്റോയിലുള്ളവരാണെങ്കിൽ. അപ്പം കുറെ വന്നു. അപ്പം ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ടോക്കൺ അല്ല. ഈ ടോക്കൺ 2 വട്ടം റഗ് പുള്ള് വന്നിട്ടുള്ളതാണ്. മീൻസ് ഡെവലപ്പേഴ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് ഓടിപ്പോയി, വീണ്ടും ഒരു കുറച്ച് ഡെവലപ്പേഴ്സ് വന്ന് അവർ ഓടിപ്പോയി. എന്നിട്ടും ഇന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ ഈ ഒരു ടോക്കണെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് ദേ ഹാവ് എ സ്ട്രോങ് കമ്മ്യൂണിറ്റി. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ടോക്കൺ ഹോൾഡ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പറാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ടോക്കൺ എപ്പോഴും ബിറ്റ് കോയിൻ ആവും, എപ്പോൾ $1 ടച്ച് ചെയ്യും, ആ രീതിയിലാണ്. പക്ഷെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗം പേരും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഈ ഒരു ടോക്കൺ കൊണ്ട് നമുക്ക് എന്താണ് വെബ്3 മാറ്റി ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ യൂട്ടിലിറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ടോക്കൺ ഭയങ്കരമായിട്ട് സക്സസ് എത്തിയേക്കണേന്ന് പറയാം. ഈ ഫുട്ബോളൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 കൊല്ലം മുമ്പത്തെ ജേഴ്സിയിലാണ് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ ഏത് കൊല്ലാണെന്ന്. ഇവിടെ ലോഗോയില് ഫ്ലോക്കിനുവിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു, ആ മറ്റേ നായ്ക്കുട്ടിയുടെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പാർട്ട്ണർഷിപ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇവരുടെ ഏറ്റവും കറന്റ്ലി പറയാൻ ഏകദേശം 4 ലക്ഷത്തിൽ പരം, 4 ലക്ഷത്തേക്കാൾ 4.25 ലക്ഷത്തിന്റെ അടുത്ത് ഹോൾഡേഴ്സ് ഉള്ള ഒരു ടോക്കൺ ആണ് ഈ ഒരു ഫ്ലോക്കിനു എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ബിയർ മാർക്കറ്റ് ക്രോസ് ചെയ്ത് വന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പല മീം ടോക്കൺസും മേ ബി അടുത്തൊരു ബിയർ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കാലം നിൽക്കണം എന്നില്ല. ബിക്കോസ് ഈ ഒരു ബിയർ മാർക്കറ്റ് അത് സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ലൈക്ക് ദേവർ ഇൻ ദ സ്പേസ് ലോങ് ടൈം, റൈറ്റ്. നമ്മൾ ആ സമയത്ത് കണ്ട പല മീം ടോക്കൺസ് ഇപ്പൊ എന്താ സംഭവം തന്നെ അറിയാതെ ചത്ത് കിടന്നുണ്ടാവും. ഈവൻ ഓൾട്ട് കോയിൻസ് വരെ ചത്തു പോയിട്ടുണ്ടാവും. ഏകദേശം 50% ടോക്കൺസ് ഉണ്ടാവില്ല. ബിയർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും, ഒരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാണ്ട്, കമ്മ്യൂണിറ്റി പോലും ഇല്ലാണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് അപ്പൊ നിങ്ങൾ ദുബായിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ടോക്കൺ കൂടിയാണ് ഫ്ലോക്കിൻ എന്ന് പറയുന്നത്. 2-3 മോൾസിലൊക്കെ ഇവരുടെ അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ച്, ഫ്ലോക്കിനെ കുറിച്ചുള്ള പ്രൊമോഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ കുറെ പേര് ദുബായിലുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൽഹല്ല എന്ന് പറഞ്ഞ ഒരു ഗെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള പല പോസ്റ്റേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. അത് ഒട്ടും മീൻസ് എന്താ പറയുക, അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോക്കിനുവിൽ കൊണ്ടുവരുന്ന ഒരു ഗെയിമാണ്, വെബ്3 ഗെയിമിംഗ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയേക്കുന്നത് ഗെയിമിംഗ് സെക്ടറാണ്, വിച്ച് മീൻസ് കൂടുതൽ ഉയർത്തെഴുന്നേൽക്കാൻ ചാൻസ് ഉള്ളതും ഇതിന്റെ ഒരു ഗെയിമിംഗ് സെക്ടർ ആവുമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇപ്പം സാൻഡ് ബോക്സ് ഒക്കെ ഏകദേശം 0.7 നല്ല രീതിയിലേക്ക് ഇപ്പം ലാസ്റ്റ് 2 ദിവസം പമ്പ് വന്നായിരുന്നു. ഗാലയുണ്ട്, അങ്ങനെ കുറെ ടോക്കൺസ് ഉണ്ട്. അപ്പം ഒരു വെബ്3 ഗെയിം ഫോക്കസ് ചെയ്ത് വൽഹല്ല എന്ന് പറഞ്ഞൊരു ഗെയിം ഒക്കെ വരുന്നുണ്ട്. അത് വെബ്3 ഗെയിമാണ്, അടിപൊളി കിടക്കും ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. മെയിനെറ്റിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ്. അത് കണ്ട് എത്ര പേരുണ്ടെന്ന് അറിയില്ല, എത്ര GOT ഫാൻസ് ഉണ്ടെന്ന് അറിയില്ല. ഇനി അതിന്റെ സിനിമയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡ്രക്കാരീസും ഡാനിയലിസ് ടാർഗേരിയനും ജോൺസണും ഒക്കെ നമുക്കറിയാലോ. സോ അത് കണ്ടവരാണെങ്കിൽ അതിനകത്തുള്ള മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ആചാന ബാഹുവായിട്ടുള്ള ഒരു സംഭവം, അതൊക്കെയാണ് ആ പുള്ളിക്കാരനാണ് ഇതിന്റെ
അംബാസഡർ, ഈ വൽഹല്ല എന്ന് പറഞ്ഞ ഗെയിമിന്റെ, ഈ ഗെയിമിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ ടെലിഗ്രാം ബോട്ട്സ് ഉണ്ട്. നമുക്കറിയാം ടെലിഗ്രാം ബോട്ട്സ് എന്തിനാന്ന് വെച്ചാൽ ബൈ സെല്ലൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ. സോ അറ്റ് ദ മൊമെന്റ് എത്തീരിയവും BSC ചെയിനും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. എന്നിട്ടും ഏകദേശം 116 മില്യൺ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ടെലിഗ്രാം ബോട്ട് ഉള്ളതല്ല അതിന്റെ ബെനിഫിറ്റ്. ടെലിഗ്രാം ബോട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ 1% ഫീസ് കൊടുക്കണം. ആ ഫീസിന്റെ 50%, കിട്ടുന്ന ഫീസിന്റെ 50% ഇവർ ഫ്ലോക്കി വാങ്ങി ബേൺ ചെയ്ത് കളയുന്നതാണ് പറയുന്നത്. സോ ഡിഫ്ലേഷണറി പറഞ്ഞാൽ ഡിഫ്ലേഷൻ ആവും. ഇപ്പം ഏകദേശം 2 ബില്യൺ ഒക്കെയാണ് മാർക്കറ്റ് ക്യാപ്പ്. ഐ തിങ്ക് 2 ബില്യൺ ആണ് തോന്നുന്നുണ്ട്. ലൈക്ക് 2 ബില്യൺ എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. യെസ്, 2.09 ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് അറ്റ് ദ മൊമെന്റ്. 57ാമത്തെ റാങ്കിലാണ്. ബട്ട് നല്ല രീതി ഇപ്പം പ്രൈസ് 0.0002 ആണ്. 0.02 വന്നാലും നമുക്ക് നല്ല 10x എന്നുള്ള രീതിയിലേക്ക് കിട്ടും. മേ ബി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല, ബട്ട് യു ക്യാൻ സ്റ്റിൽ കൺസിഡർ ഓഫ് ബൈയിങ് എ ഫ്യൂ ഫ്ലോക്കി ഇനു. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ വന്നത് ഇവരുടെ ഈ 50% ബൈബാക്ക് എന്നുള്ളത് ദുബായ് പാർട്ണർഷിപ്സ് ഉണ്ട്. പിന്നെ F1 റേസ്, ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പം അങ്ങനെ ഒരു ടീമുണ്ട്. സോ അവരുമായിട്ട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയ വലിയ മീഡിയ F1 റേസ് ടീമുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈ വൽഹല്ല എന്ന് പറഞ്ഞ ഗെയിം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗെയിമിനെയാണ് ഇവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് അതിനകത്ത് വരുമ്പോഴും ഈ ഫ്ലോക്കിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതിനെയും മെയിനായിട്ട് ലോഞ്ച് ആയിട്ടില്ല. ഗെയിമിംഗ് സെക്ടറിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ, മീം ടോക്കൺസ് കമ്മ്യൂണിറ്റിയിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ കൺസിഡർ. അപ്പം ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ്, ഈ ഒരു ചെറിയൊരു മീം ടോക്കനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി കൺസിഡർ ചെയ്യുന്ന 2-3 ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കമ്മ്യൂണിറ്റി, ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, ഹോൾഡേഴ്സും ഉണ്ട്. പിന്നെ ഓൾറെഡി ബിയർ മാർക്കറ്റ് സർവൈവ് ചെയ്യുന്ന ടോക്കൺ ആണ്. എലോൺ മസ്കിന്റെ ടച്ച് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പുള്ളിക്കാരൻ പേരിട്ടതുകൊണ്ടാണ്. ബട്ട് എന്തായാലും പറയാം, എലോൺ മസ്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെ ഇൻവോൾവ് ചെയ്യാൻ നല്ല രീതിയിൽ ഒരു പമ്പ് വരും, എസ്പെഷ്യലി ഇപ്പൊ ട്രംപ് ഒക്കെ ജയിച്ച സ്ഥിതിക്ക്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പാർട്ണർഷിപ്സ് നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ്സ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അറ്റ്ലീസ്റ്റ് 10x ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷകളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ബട്ട് എന്റെ പ്രതീക്ഷകൾ മൊത്തം മാറാം. ഞാനൊരു പ്രഡിക്ഷൻ ഗുരു ഒന്നും അല്ല. ബട്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ ഗൈസ്.